OCD ഉള്ളവർ ചിലപ്പോൾ ഇത് 97 ടൈംസോ 231 ടൈംസോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ ഹാവ് എ മാജിക്കൽ നമ്പർ ഇൻ ദെയർ മൈൻഡ്. ദിസ് മെനി ടൈംസ് ഇഫ് ഐ ഡു ഇറ്റ് ഓൺലി ദെൻ ഇറ്റ് ഇസ് റൈറ്റ്. എൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം വരുമോ, മോശം കാര്യം സംഭവിക്കുമോ, അങ്ങനെ ഒരു ചിന്ത വരുന്നു റാൻഡമായിട്ട്. അപ്പോൾ അവർക്ക് പേടിയാവും, പക്ഷേ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് ആലോചിച്ചത്. എല്ലാവരും എന്തെങ്കിലും ഒരു മെത്തേഡ് ടു റിലാക്സ് ഇൻ എ ഡേ, ബിക്കോസ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ടു ലിവ് എ ലിറ്റിൽ. വ്യക്തമായൊരു സമയവും എഫേർട്ടും ഇതെനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തെറപ്പിയിൽ ഇൻവോൾവ് ആവുന്നവരെയാണ് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആസ് ഐ ടോൾഡ്, ഇറ്റ്സ് നോട്ട് മാജിക്, ഇറ്റ്സ് തെറപ്പി. In disorders, പല തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ? ആൻഡ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ദോസ് ഡിസോർഡേഴ്സ്? പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. കാര്യം ഇത് പല മേഖലകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്ന് ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. അതാണ് ദ മോസ്റ്റ് കോമൺ. അതിന് ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി എന്ന് പറയും. യു ഹാവ് ദിസ് വിത്ത് യു, യു ക്യാൻ അറ്റാച്ച് ഇറ്റ് ടു എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് യുവർ വേ. അപ്പോൾ എന്തിന് ആദ്യം പിടിക്കും എന്ന് പറയാൻ പറ്റില്ല, എന്തിനു വേണമെങ്കിലും ആദ്യം പിടിക്കാം. അപ്പോൾ നമ്മൾ വല്ലാത്ത സിറ്റുവേഷൻ അവർക്ക് ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും ഇങ്ങനെ ഒരു ഹൈപ്പർ ആയിരിക്കും. അയ്യോ അത് ചെയ്തോ, ഇതെടുത്തോ, അത് വെച്ചോ, നീക്കിയോ, ഇങ്ങനെ ദേ വിൽ ബി ലൈക്ക് യുനോ അപ്സെറ്റ് അബൌട്ട് എവറി ലിറ്റിൽ തിങ്. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അവർക്ക് ആ ഒരു സ്വസ്ഥതയും സന്തോഷവും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ ചുറ്റുമുള്ളവരെയും ഇതേപോലെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അനോയ് ചെയ്യാം, ട്രബിൾ ചെയ്യാം. രണ്ടാമത്തേത് പാനിക് ഡിസോർഡർ. അതാണ് നമ്മൾ നേരത്തെ പാനിക് അറ്റാക്കിനെ പറ്റി പറഞ്ഞില്ലേ. പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ് ഷോർട്ട് എപ്പിസോഡ്സ് ഓഫ് ആങ്സൈറ്റി നമ്മൾ തനിച്ചിരിക്കുന്ന അവസ്ഥയിൽ വരാം, അല്ലെങ്കിൽ നമ്മളൊരു ക്രൗഡിൽ പോകുമ്പോൾ വരാം. അപ്പോൾ പാനിക് ഡിസോർഡറിൻ്റെ കൂടെ എഗോറാഫോബിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ചിലപ്പോൾ വരാം. അതായത് ഈ സോഷ്യൽ സിറ്റുവേഷൻസിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് പാനിക്കും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു സെക്കൻഡ് കാറ്റഗറി. മൂന്നാമത്തേത് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ ആൻഡ് മൈ ഫേവറേറ്റ്, വിച്ച് ഇസ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD എന്ന് പറയും. അപ്പം അതിനെപ്പറ്റി ഒത്തിരി സിനിമകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ OCD എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ വൃത്തിയുടെ ക്ലെൻലിനെസ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പക്ഷേ ക്ലെൻലിനെസ് അല്ല, വേറെ ഒരു 10-18 സിംറ്റംസ്, വളരെ ക്ലാസിക് സിംറ്റംസ് OCDയിലുണ്ട്. അത് ചിലത് അറേഞ്ചിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. ഒരു ഇന്ന സാധനം ഇന്ന പെർട്ടിക്കുലർ ഓർഡറിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ പാത്രത്തിൻ്റെ മുകളിൽ ചെറുത്, അതിനേക്കാൾ സൈസ് കുറഞ്ഞത്, ആ ഓർഡർ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഒരു ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് സീൻ ദ മൂവി സ്ലീപ്പിംഗ് വിത്ത് ദ എനിമി, ജൂലിയ റോബർട്സിൻ്റെ. പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷീ ഈസ് ക്യാപ്ചേർഡ് ബൈ ഹെർ സ്പൗസ് ആൻഡ് കെപ്റ്റ് ഇൻ ആൻ ഐലൻഡ്. അപ്പോൾ അതിലിങ്ങനെ 3 ടവൽസ് ഇങ്ങനെ ബാത്റൂമിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ടവലിൻ്റെ കര എന്ന് പറയില്ലേ, അതിൻ്റെ അരികിലുള്ള വർക്ക്. അപ്പോൾ ദാറ്റ് ഹാസ് ടു ബി ഇൻ ലൈൻ ഫോർ ദിസ് മാൻ, അല്ലെങ്കിൽ അയാൾ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അപ്പോൾ ഇയാൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇത് കുറച്ചിങ്ങനെ നീങ്ങിയിരിക്കുമ്പോൾ ഇയാൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ സ്മോൾ ലിറ്റിൽ തിങ്സ് ബോദർ ദം. പിന്നെ ചില ആൾക്കാർക്ക് റാൻഡം തോട്ട്സ് വരും മനസ്സിലേക്ക്. ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീംലി ബാഡ് തോട്ട്സ് ആയിരിക്കും. ലൈക്ക് സംതിങ് ക്യാൻ ഹാപ്പൻ ടു മൈ ഫാദർ ഓർ യുനോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്, എൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം വരുമോ, മോശം കാര്യം സംഭവിക്കുമോ, അങ്ങനെ ഒരു ചിന്ത വരുന്നു റാൻഡമായിട്ട്. അപ്പോൾ അവർക്ക് പേടിയാവും, പക്ഷേ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് ആലോചിച്ചത്, ഇങ്ങനെ ആലോചിക്കാൻ പാടില്ലല്ലോ. ദെൻ ദേ ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. ദെൻ ദേ വിൽ തിങ്ക് ഓഫ് വേസ് ഹൗ ടു കോമ്പൻസേറ്റ് ദിസ് ഗിൽറ്റ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഒരു 10 നന്മ അറിഞ്ഞ പറയുക ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഒന്ന് നമശിവായ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ രീതിയിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഈ ടേബിളിൽ 3 പ്രാവശ്യം തൊട്ടാൽ അത് പോകും എന്ന് അവർക്ക് തന്നെ തോന്നും. ആൻഡ് ദേ മൈറ്റ് എൻഗേജ് ഇൻ ദാറ്റ്. ബട്ട് വെൻ യു ഡൂ ദിസ് വൺസ് ഓർ ട്വൈസ് ഇറ്റ് ഈസ് ഓക്കെ. ബട്ട് OCD ഉള്ളവർ ചിലപ്പോൾ ഇത് 97 ടൈംസോ 231 ടൈംസോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ ഹാവ് എ മാജിക്കൽ നമ്പർ ഇൻ ദെയർ മൈൻഡ്. ദിസ് മെനി ടൈംസ് ഇഫ് ഐ ഡു ഇറ്റ് ഓൺലി ദെൻ ഇറ്റ് ഇസ് റൈറ്റ്. ഹൗ ഹാർഡ് സോ യെസ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സൈക്കോട്ടിക് മെൻ്റൽ ഇൽനെസ് വരുന്നതിനേക്കാളും കൂടുതൽ സഫറിങ് ആണ് OCDയിൽ. കാര്യം സൈക്കോട്ടിക് ഡിസ്കണക്റ്റ് വന്നാൽ പിന്നെ അവർക്കൊന്നും അറിയണ്ടല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി സിംഗിൾ ഡിസ്ട്രെസ് ദേ ഹാവ് ടു ഗോ ത്രൂ. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കണവർക്ക് ഇതൊരു ചിരിക്കാനുള്ള വിഷയമായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ മാറിയേക്കാം. അപ്പോൾ അവർ
ഷൂ ലേസ് കെട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ചിലപ്പോൾ അവർ കൈ എത്ര കഴുകിയിട്ടും വൃത്തിയായില്ല എന്ന് തോന്നിയിട്ട് എത്രയോ തവണ കൈ കഴുകും. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം, സോപ്പ്, ടൈം ഒക്കെ അവർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ കണ്ട ഒരു ക്ലയൻറ്റ് ഓഫീസിൽ നിന്ന് വന്നാൽ പുറത്തൊരു ചെറിയ റൂം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനവും ആ റൂമിൽ വെച്ച് കഴുകിയിട്ടേ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ആര് വന്നാലും അങ്ങനെ ചെയ്യണം. ഇപ്പോൾ എന്താ വെച്ചാൽ ആ വീട്ടിൽ വിസിറ്റേഴ്സ് വരാതെയായി. എന്നുവെച്ചാൽ അങ്ങനത്തെ അവസ്ഥയിലാണ് കൺസൾട്ടേഷന് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനൊരു തുടക്കം കാണില്ലേ? ഉണ്ടായിരിക്കും. ഇത് ഇത്രയും വഷളാവുന്നതിന് മുമ്പേ അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന. അതെ, അപ്പോൾ അത് ലെസ് ഫ്രീക്വൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആൾ പലപ്പോഴും ഇത് ഞാൻ പറഞ്ഞ ആൾക്കാർ ചിരിച്ചാലോ എന്ന് വെച്ചിട്ട് അവരത് പറയാതെ വെക്കും, തനിയെ മാനേജ് ചെയ്യാൻ നോക്കും. എന്നിട്ടിത് ഭയങ്കരമായിട്ട് മോശമായി അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ചുറ്റുമുള്ളവർ അറിയുക. ചിലർ ഗേറ്റൊക്കെ പൂട്ടി പോകുമ്പോഴേ പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും ഇത് തൊട്ടാലോ എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ താക്കോലൊക്കെ പാക്ക് ചെയ്ത് താഴെ ഇങ്ങനെ പൊതിഞ്ഞ് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് പോകും. ചിലപ്പോൾ വല്ല ഭിക്ഷക്കാരും ഒന്ന് തൊട്ടാലോ. സോ നോബഡി എൽസ് ഷുഡ് ടച്ച് എനി ഓഫ് ദെയർ ബിലോങ്ങിങ്സ്. ബേസിക്കലി അവർക്ക് ആ ഒരു ഫിയർ ഓഫ് കണ്ടാമിനേഷനാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക. There is no life. Where is the quality? Oh my God. Is it genetic? Does it move It has from a one lot. generation? It has a lot of genetic involvement. ഇപ്പം OCD സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയും. അതിനകത്ത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്, OCD, ചിലതരം മൂഡ് കണ്ടീഷൻസ്, ചിലതരം അഡിക്ഷൻസ്, പെത്തലോജിക്കൽ ഗാംബ്ലിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു സ്പെക്ട്രമിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ജീൻ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ OCD ഉള്ള പേരൻറ്റിൻ്റെ കുട്ടിക്ക് OCD തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ആ സ്പെക്ട്രമിലുള്ള ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, അത് വരാമെന്നേ ഉള്ളൂ കേട്ടോ, വരും എന്നില്ല. വരാം. വരാം. അതുപോലെ ഈ ഫൈറ്റ് ഫ്രീസ് കേൾക്കണം. അതെ അതെ അതെ. അത് ആങ്സൈറ്റിയോടുള്ള അല്ലെങ്കിൽ ഫിയറിനോടൊക്കെയുള്ള നമ്മുടെ ഒരു റെസ്പോൺസാണ്. ഞാൻ ബുക്ക് എഴുതിയത് ഫിയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ചാപ്റ്ററിൽ ഇതിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിച്ച് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഫ്രണ്ടിങ് ആയിട്ടുള്ള ഒരു അവസ്ഥേനെയാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും പറ്റാതെ അവിടെ മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഫ്രീസ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലർ ഭയങ്കര ഫ്രീസാവും. അല്ലെങ്കിൽ ഇപ്പോൾ പല കുട്ടികളും അവർ ഈ അബ്യൂസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് അപ്പോൾ പറയാഞ്ഞെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഫ്രീസായിരിക്കും അവരുടെ റെസ്പോൺസ്. അതൊക്കെയാണ് സ്റ്റോക്ക്ഹോം പോലെയുള്ള സിൻഡ്രോമിലേക്കൊക്കെ കുട്ടികളെ നയിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യരുടെ മനസ്സിൻ്റെ അവസ്ഥയും അവരെന്ത് ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും. ഇതിൽ ആങ്സൈറ്റിയോടുള്ള റെസ്പോൺസ് ജെൻഡർ വൈസ് ഡിഫറൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഏജ് വൈസ് ഡിഫറൻസ് ഉണ്ടാവും? അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ത്രൂ പേരൻറ്റിങ് ഓർ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമുക്ക് മേ ബി മെൻ ആർ ടോട്ട് ടു ഫൈറ്റ് മോർ ആൻഡ് മേ ബി വിമൻ ആർ ടോട്ട് ടു എസ്കേപ്പ് മോർ. അതുകൊണ്ടുള്ള വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും ഒരേപോലെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എല്ലാവരും ഒരേപോലെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കാലാന്തരേണ ഈ ഡിഫറൻസസ് ഇല്ലാതെയാകും. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയായിരിക്കും? ഫോർ ഹൗ ഡു യു അപ്രോച്ച് എ ക്ലയൻറ്റ് ആൻഡ് വേരിയസ് ഓപ്ഷൻസ് എന്താണ്? നമ്മൾ 3 ഡിസോർഡേഴ്സാണ് പറഞ്ഞത്: ജനറലൈസ്ഡ്, പാനിക് ആൻഡ് OCD. 2 more ആർ ദെയർ. ഫോബിയ. അതാണ് സ്പെസിഫിക് ഫിയേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ എട്ടുകാലിയെ പേടി, ഹൈറ്റിനെ പേടി, അല്ലെങ്കിൽ സ്ട്രേഞ്ചറിനെ പേടി, ഫ്ലൈറ്റിൽ കയറാൻ പേടി, എസ്കലേറ്റർ കയറാൻ പേടി, അങ്ങനെ സ്പെസിഫിക് ഫിയേഴ്സാണ്. അപ്പോൾ അതിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പതിയെ അവരെ ലിഫ്റ്റിൽ കംഫർട്ടബിളി കൊണ്ടുപോയി ശീലിക്കുന്നു, ലിഫ്റ്റിൻ്റെ പുറത്ത് നിർത്തുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി വി ക്യാൻ ഡീസെൻസിറ്റൈസ് ദം ആൻഡ് ഗെറ്റ് ദം ഔട്ട് ഓഫ് ദ ഫിയർ. ബിക്കോസ് ഇവർ ഇമാജിൻ ചെയ്യുന്ന വേഴ്സ്റ്റ് പോസിബിൾ കോൺസിക്വൻസ് സംഭവിക്കില്ല എന്ന് കാണിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതാണ് ഫോബിയയുടെ. പിന്നെ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്, പെയിൻ ഡിസോർഡേഴ്സൊക്കെ വരാം. ചിലതരം ഫൈബ്രോമയാൽജിയ എന്നൊക്കെ പറയുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടി അവർക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാണ്ട് ബോഡിയിലേക്ക് അത് ഫുള്ള് സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഏക്സ് ആൻഡ് പെയിൻസ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ്, അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ലോവർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ഒക്കെ വരാം. ഈവൻ ആങ്സൈറ്റി ക്യാൻ കോസ് റിയാക്ഷൻസ് ഓൺ യുവർ സ്കിൻ.
സൈക്കോക്യൂട്ടേനിയസ് ഡിസോർഡേഴ്സ് ഉണ്ട്, ചിലതരം എക്സീമാസ്, അതൊക്കെ ആങ്സൈറ്റി കൊണ്ടുവരാം. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ട്രീറ്റ്മെൻറ്റ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തെറപ്പിയൊക്കെയാണ് യൂഷ്വലി ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ നമ്മൾ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു മെത്തേഡ് ടു റിലാക്സ് ഇൻ എ ഡേ, ബിക്കോസ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ടു ലിവ് എ ലിറ്റിൽ, അല്ലേ? അപ്പോൾ ആ റിലാക്സേഷനുള്ള എക്സസൈസസ് അല്ലെങ്കിൽ റിലാക്സേഷനുള്ള എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് മസ്റ്റായിട്ടും എടുക്കുന്നത് ഒരു പരിധി വരെ ആങ്സൈറ്റി എസ്കലേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ മസ്കുലാർ റിലാക്സേഷൻ ട്രെയിനിങ് ഉണ്ട്. JPMR എന്ന് അതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ട്. അത് എല്ലാവർക്കും അത് നോക്കിയിട്ട് പഠിച്ചിട്ട് എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഇത്രയുള്ള കാര്യം മതി വറീഡ് ആവാനെങ്കിൽ ആ ത്രെഷോൾഡിനെ ഈ റെഗുലർ പ്രാക്ടീസ് ഓഫ് ദിസ് എക്സസൈസ് വിൽ ലിഫ്റ്റ് ദ ത്രെഷോൾഡ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യും. മറ്റേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചത് ഇപ്പോൾ ഇത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ജോലി അല്ലെങ്കിൽ ഫോക്കസ് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് വരിക. പിന്നെ CBTയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പലതരം തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സിൽ നമ്മൾ വർക്ക് ചെയ്യണം. തോട്ടാണ് ഫീലിങ്ങിലേക്ക് നയിക്കുന്നത്. തോട്ടില്ലാതെ ഫീലിംഗ് ഇല്ല. സോ ഇറ്റ്സ് നോട്ട് ദ സിറ്റുവേഷൻ, but the way you think about it makes you feel what you feel. Can it be the other way around? Feelings leading to thoughts? Definitely feeling will lead to further thoughts, but it starts with thought. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ധന്യയ്ക്ക് ഇമാജിൻ ചെയ്യാം അല്ലെങ്കിൽ ചിന്തിക്കാം ധന്യയാണ് മുഖ്യമന്ത്രി എന്ന്. ഓക്കെ, ചിന്തിക്കാൻ വല്ല തടസ്സമുണ്ടോ? ഇല്ല. സോ വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇസ് thought is not equal to fact. Thought can be an assumption also. So without verifying the thought, assuming it to be a fact and feeling negative about it causes all negative feelings. Appo how to work on the thought process to be in charge of the way you feel so that you feel powerful than helpless is the crux of CBT as a therapy. ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് പലരും പറയുന്നത്. ഇസ് ഇറ്റ് എ പാർട്ട് ഓഫ് ദി ആങ്സൈറ്റി ട്രീറ്റ്മെൻറ്റ്? യെസ്. കാരണം ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഡീറിയലൈസേഷൻ എന്നൊക്കെ പറഞ്ഞൊരു സിംറ്റം വരും. നമ്മളിവിടെ അല്ലാത്ത പോലത്തെ ഒരു തോന്നൽ വരും. നമ്മൾ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ നമ്മളാകെ ഡിഫറെൻറ്റ് എന്നുള്ളൊരു സാധനം വരും. അപ്പം നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവെയർ ആകുകയും ഒന്നും സംഭവിച്ചിട്ടില്ല, കാര്യങ്ങൾ മാനേജബിളാണ്, എൻ്റെ കയ്യിലാണ് എന്നൊക്കെ ഉള്ളൊരു ബോധത്തിലേക്ക് വരാനാണ് ജനറലി ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉപയോഗിക്കുക. ഇതേ ടെക്നിക്സ് ആങ്കർ മാനേജ്മെൻറ്റിലും ഉപയോഗിക്കും. ഇപ്പം നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ, 5 സെൻസസ്. ആ സെൻസസിൽ ചെറിയ ചെറിയ ഓൾട്രേഷൻസ് വരുത്തുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി പോയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തു, അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഹീറ്റ് ലെവലെല്ലാം മാറും. അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തു, അപ്പോൾ നമ്മുടെ പ്രഷർ ലെവൽ കുറയും. നമ്മൾ മണമുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് മുഖം കഴുകി, അപ്പോൾ നമ്മുടെ ഓൾഫാക്ടറി ക്യൂസ് ചേഞ്ച് ആവും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ നല്ലൊരു ടവലെടുത്ത് ഇങ്ങനെ പാറ്റ് ഡൗൺ, ടച്ച്, ആ പ്രഷർ വിൽ ചേഞ്ച് യുവർ എക്സ്പീരിയൻസ് ഓഫ് യുവർ ബോഡിലി എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും റൂം ടെമ്പറേച്ചറിലല്ലാത്ത, റൂം ടെമ്പറേച്ചറിനേക്കാൾ തണുത്ത അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം വളരെ സമാധാനത്തിലിരുന്ന് സിപ്പായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ആ ഒരു സെൻസേഷൻ മാറും. അപ്പോഴേക്കും നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു 2 മിനിറ്റിൻ്റെ ഒരു ബ്രേക്കെങ്കിലും നമ്മൾ ചാടിക്കയറി ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ അതൊക്കെ ഈ ഗ്രൗണ്ടിങ് അവെയർനെസ് അതിനകത്തൊക്കെ വരുന്ന ചെറിയ കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഏറ്റവും ബേസിക്കായിട്ട് പറയാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആങ്സൈറ്റി റിലേറ്റഡ് എല്ലാവർക്കും ഇപ്പോൾ ക്വിക്ക് ഫിക്സസ് വേണം, ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് വേണം. There is no quick fix for anxiety because how long does it take? You are coming to me or anybody with anxiety for maybe 23 years. You've been holding it. How do you expect me to fix it in a day? But when you fix it through therapy, it is usually a lifetime change. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായൊരു സമയവും എഫേർട്ടും ഇതെനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തെറപ്പിയിൽ ഇൻവോൾവ് ആവുന്നവരെയാണ് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആസ് ഐ ടോൾഡ്, ഇറ്റ്സ് നോട്ട് മാജിക്, ഇറ്റ്സ് തെറപ്പി. താങ്ക്സ് സോ മച്ച് ഫോർ എൻലൈറ്റനിങ് അസ് വിത്ത് ദിസ് കോൺവെർസേഷൻ. കാരണം ആങ്സൈറ്റി ഇത്ര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണെങ്കിലും
അതിൻ്റെതായ നുവൻസസ് ഉണ്ടെന്ന് ഐ ഗെസ് ഐ അതെ. ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. വെൽക്കം.